Next is modern wireless communication systems. Modern wireless means 1G to 4G comparison. 1G to 4G comparison. In this 1G, advanced mobile phone service is first one. 1G il kore prashnagal undarunnu. With the comparison diagram aanu varachikkunnathu. AMPS aanu advanced mobile phone service. 1G lolla, that is analog data transmission aanu avade use cheyirunathu. Analog signals ne aanu transmit cheyyunnathu. Voice aanengilum signal aanengilum message aanengilum. Then 2G lab digital transmission aanu. Digital transmission, that is GSM, global system for mobile communication. GSM, then avade use cheyirunna technique ennu parayunna CDMA aanu, that is code division multiple access. അവിടുത്തെ സ്റ്റാൻഡേർഡ്സ് ആണ് 95 and 136 പറഞ്ഞിരുന്നത്. അപ്പോഴുള്ള സ്പീഡ് 14.4 or 64 kbps in the speed ആയിരുന്നു യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇൻ ദ റേഞ്ച് ഓഫ് 1990 to 2000. Then 2.5G വന്നു. ഈ 1Gയും 2Gയും നാരോ ബാൻഡ് ആയിരുന്നു. ആൻഡ് ദെൻ 2.5G വന്നു, ദാറ്റ് ഇസ് ഡിജിറ്റൽ ആണ്. GPRS ആണ്. GPRS എന്ന് പറഞ്ഞാൽ ജനറൽ പാക്കറ്റ് റേഡിയോ സർവീസ്. അതുവരെ യൂസ് ചെയ്തിരുന്ന അല്ലാതെയുള്ള കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു, പാക്കറ്റ് വൈസ് അല്ലായിരുന്നു ഡേറ്റ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. അവിടെ CDMA മാത്രമാണ് യൂസ് ചെയ്തിരുന്നത്. CDMA കോഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സിസ് ആണ്. എന്ന് പറഞ്ഞാൽ എൻഹാൻസ്ഡ് GSM, ഡേറ്റ GSM എൻവയോൺമെന്റ്, അതാണ് എഡ്ജ്. എൻഹാൻസ്ഡ് ഡേറ്റ GSM എൻവയോൺമെന്റ്, അത് 2.5Gയിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അവിടുത്തെ സ്പീഡ് 64/144 kbps കിലോബൈറ്റ്സ് പെർ സെക്കൻഡ് ആയിരുന്നു. 2001 ഈ 2.5G തൊട്ട് വൈഡ് ബാൻഡ് സ്പെക്ട്രം ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ദെൻ 3Gയിൽ വൈഡ് ബാൻഡ് CDMA ആണ്, ദാറ്റ് ഇസ് വൈഡ് ബാൻഡ് കോഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സിസ്. അവിടെ യൂസ് ചെയ്തത് UMTS എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ ടെക്നിക്കാണ് യൂസ് ചെയ്തിരുന്നത്. അത് 2003. സോ ദ ഡേറ്റ സ്പീഡ് ഇസ് ഇൻക്രീസ് ടു 2 Mbps. ആൻഡ് ദെൻ 4G എന്ന് പറഞ്ഞാൽ വയർലെസ് ഇന്റർനെറ്റ് മൊബൈൽ സിസ്റ്റം, വയർലെസ് പ്രോട്ടോകോൾസ് യൂസ് ചെയ്ത് ചെയ്യുന്നതാണ്. ദാറ്റ് ഇസ് 100 Mbps. range of 2010 to 2015. ഇതാണ് എവല്യൂഷൻ ഓഫ് സെല്ലുലാർ കമ്മ്യൂണിക്കേഷൻ, സെല്ലുലാർ സിസ്റ്റംസ്. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് അനലോഗ് ആണ്. അപ്പം അനലോഗിൽ നിന്ന് യൂസ് ചെയ്തിരുന്ന മോഡുലേഷൻ വോയിസിന് ഫ്രീക്വൻസി മോഡുലേഷനും, പിന്നെ അല്ലാതെ കൺട്രോൾ സിഗ്നലിന് ഫ്രീക്വൻസി ഷിഫ്റ്റ് കീയിങ് മെത്തേഡുമാണ് യൂസ് ചെയ്തിരുന്നത്. അപ്പം ഫസ്റ്റ് അനലോഗ് ഡേറ്റ ആണ് ട്രാൻസ്മിറ്റ് ചെയ്തത്. അനലോഗ് ഡേറ്റയ്ക്ക് വോയിസിന് FM ഫ്രീക്വൻസി മോഡുലേഷനും ദെൻ FSK ആണ് ട്രാൻസ്പോർട്ടിങ് ആൻഡ് കൺട്രോൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് 1Gന്ന് 2Gയിലോട്ട് കൺവേർട്ട് ചെയ്തത്. പിന്നെ ഡിജിറ്റൈസ്ഡ് ആയിക്കുമ്പോൾ ഡിജിറ്റൽ മോഡുലേഷൻ സ്കീംസ് ആയിരുന്നു പിന്നെ യൂസ് ചെയ്തിരുന്നത്. അപ്പം FCC, ദാറ്റ് ഈസ് ഫെഡറൽ കമ്മ്യൂണിക്കേഷൻ കമ്മീഷൻ, ഫ്രീക്വൻസി ബാൻഡ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഡിഫറെന്റ് സെല്ലുലാർ ടെലിഫോൺ ബാൻഡ്സ് ഇൻക്രീസ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. അതാണ് അറൈവൽ ഓഫ് അല്ലെങ്കിൽ എവല്യൂഷൻ ഓഫ് സെല്ലുലാർ സിസ്റ്റംസ്. ഇപ്പം ഇപ്പോഴത്തെ കേസിൽ 4G എല്ലായിടത്തും ആയിട്ടില്ല എങ്കിലും ബ്രോഡ്ബാൻഡ് സിഗ്നലിംഗ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് കമ്പാരിസൺ നമ്മൾ പഠിച്ചു തുടങ്ങുകയാണ്. ഫസ്റ്റ് ജനറേഷൻ അനലോഗ് സെല്ലുലാർ ഫോൺ. ഫസ്റ്റ് ജനറേഷൻ ഫോൺ സെല്ലുലാർ അല്ലെങ്കിൽ കോഡ്ലെസ് ടെലിഫോൺ ബേസ്ഡ് ഓൺ അനലോഗ് സർക്യൂട്ട് സ്വിച്ചിങ് ടെക്നോളജി. 1G mobile phone was introduced in USA in 1980. Frequency division multiple access techniques was mainly used. At least in the frequency band 800 to 900 megahertz. Voice facility മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ 1G സിസ്റ്റത്തിൽ. ആ 1Gയിൽ യൂസ് ചെയ്തത് അഡ്വാൻസ് മൊബൈൽ ഫോൺ സർവീസ് ആൻഡ് TACS, ടോട്ടൽ ആക്സസ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ്. ഇനി അതിന്റെ ലിമിറ്റേഷൻസ് ആണ് പറയുന്നത്. സപ്പോർട്ട് സ്പീച്ച് ഉള്ളി, സ്പീച്ചിനെ മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ലോ ട്രാഫിക് കപ്പാസിറ്റി ആണ്. അൺറിലയബിൾ ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റില്ല. ദെൻ ലോങ് കാൾ സെറ്റപ്പ് ടൈം, ദെൻ ഫ്രീക്വന്റ് കോൾ ഡ്രോപ്സ്, എപ്പോഴും കട്ടായി പോകും. ഇൻഎഫിഷ്യന്റ് ബാൻഡ്വിഡ്ത്ത് യൂസേജ്,
battery life, poor voice quality, then large size of handset. Handset വലിയ ഇങ്ങനെ നീളത്തിൽ ആന്റിന പോലെ നീളൊരു വെച്ചിട്ടുള്ള ഹാൻഡ്സെറ്റ് ആയിരുന്നു അന്ന് യൂസ് ചെയ്തിരുന്നത്. എങ്കിൽ മാത്രമേ നമുക്ക് സിഗ്നൽ കിട്ടുള്ളായിരുന്നു, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പൊ അവിടെ അലോ യൂസേഴ്സ് ടു മേക്ക് വോയിസ് കോൾസ് വിത്തിൻ ദ കൺട്രി. നമ്മുടെ കൺട്രിയിൽ മാത്രം വോയിസ് കോൾസിന് വേണ്ടിയിട്ടായിരുന്നു 1G ടെലിഫോൺ സിസ്റ്റംസ് യൂസ് ചെയ്തിരുന്നത്. അതിന്റെ ഡയഗ്രാണ് കാണിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ജിയില് ആദ്യം ബെൽ ലാബോറട്ടറീസിൽ തന്നെയാണ് സെല്ലുലാർ ടെലിഫോൺ സർവീസ് ഉണ്ടായത്. AMPS ആണ് അഡ്വാൻസ് മൊബൈൽ ടെലിഫോൺ സിസ്റ്റം. ഇവിടെയും യൂസ് ചെയ്യുന്നത് മൊബൈൽ ഫോൺ, ദാറ്റ് ഇസ് മൊബൈൽ യൂസർ, ബേസ് സ്റ്റേഷൻ ആൻഡ് ദെൻ MSC മൊബൈൽ സ്വിച്ചിങ് സെന്റർ. അപ്പൊ ഇവിടെ കണക്ഷന് വേണ്ടിയിട്ട് ഓരോ കണക്ഷൻ, അതായത് അപ്വേർഡ് കണക്ഷനും ഫോർവേഡ് സെറ്റപ്പിനും റിവേഴ്സ് സെറ്റപ്പിനും സെപ്പറേറ്റ് കണക്ഷൻസ് ആയിരുന്നു മൊബൈൽ യൂസർ ടു ബേസ് സ്റ്റേഷൻ കൊടുത്തിരുന്നത്. വോയിസ് സർക്യൂട്ട്സ് ഈ ബേസ് സ്റ്റേഷനിൽ നിന്നാണ് ഇങ്ങോട്ട് മൊബൈൽ സ്വിച്ചിങ് സെന്റർ വഴി എവിടെ പോകും, PSTN-ലേക്ക് പോകുന്നത്. പബ്ലിക് സ്വിച്ചിങ് സിസ്റ്റം നമ്മുടെ കോമൺ നെറ്റ്വർക്കിലൂടെ കണക്ട് ചെയ്തിരുന്നത്. അപ്പം ഇതാണ് ജനറൽ ഫസ്റ്റ് ജനറേഷൻ സെല്ലുലാർ ഫോണിന്റെ ബ്ലോക്ക് ഡയഗ്രാം. എന്തൊക്കെയാ കാണിച്ചിരിക്കുന്ന? മൊബൈൽ യൂസർ, ബേസ് സ്റ്റേഷൻ, MSC അവിടെ 9600 സെക്കൻഡ് ആണ് ഡേറ്റ ലിങ്ക് യൂസ് ചെയ്തിരുന്നത്. അപ്പം വെരി സ്ലോ ആയിരുന്നു അവിടുത്തെ കണക്ഷൻസ്. ഇനി ഫസ്റ്റ് ജനറേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് പിന്നെ സെയിം GSM-ലെ പോലെ തന്നെയാണ്. ഇപ്പം എന്തായാലും ആൾക്കാർ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും മൊബൈലിൽ. ഒരു ടവറിൽ നിന്ന് അടുത്ത ടവർ പോകാം. ഫസ്റ്റ് അവർക്ക് വേണ്ടിയിട്ട് ഏത് ലൊക്കേഷൻ, ഹോം ലൊക്കേഷൻ കാണും. ഹോം ലോക്കില് ഒരു MSC കാണും. ആ MSC മൊബൈൽ സ്വിച്ചിങ് സെന്ററിൽ എന്തൊക്കെയാ ഉള്ളത്? ഹോം ലൊക്കേഷൻ രജിസ്റ്റർ, വിസിറ്റേഴ്സ് രജിസ്റ്റർ ആൻഡ് ഒതന്റിക്കേഷൻ സെന്റർ. മൂന്നും എവിടെ കാണും? ഹോം ലൊക്കേഷനിൽ കാണും. ഈ ഹോം ലൊക്കേഷൻ MSC-യും ദെൻ PSTN-ഉം ഡയറക്ട്ലി കണക്റ്റഡ് ആണ്. MSC ആണല്ലോ കണക്ട് ചെയ്യുന്നത്. ഈ MSC എവിടേക്ക് പോകും? ബേസ് സ്റ്റേഷനിൽ പോകും. ബേസ് സ്റ്റേഷനിൽ നിന്നാണ് നമ്മുടെ യൂസേഴ്സിലേക്ക്, അതായത് മൊബൈൽ സ്റ്റേഷനിലേക്ക് കണക്ഷൻ വരുന്നത്. അപ്പം വിത്തിൻ ദ രജിസ്റ്റേർഡ് റീജിയനിലാണെങ്കിൽ ഇങ്ങനെ കണക്ട് ചെയ്താൽ മതി. ഇനി ഒരാള് ഈ റീജിയനിൽ നിന്ന് അടുത്ത റോമിങ്ങിലേക്ക് പോയി അടുത്ത റീജിയനിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ എന്തുണ്ട്? വിസിറ്റേഴ്സ് MSC ഡേറ്റാബേസ് ഉണ്ട്. അവിടുത്തെ ഡേറ്റാബേസിൽ ഫുൾ അയാളുടെ ഡീറ്റെയിൽസും എൻറ്റർ ചെയ്യണം. അതാണ് MS2 എന്നുള്ളത് കാണിച്ചിരിക്കുന്നത്. വിസിറ്റർ ഫുൾ രജിസ്റ്റർ ചെയ്തിട്ട് അവിടെ കോൾ കൊടുക്കുന്നു. SS7 എന്ന് പറഞ്ഞാല് സിഗ്നലിംഗ് സിസ്റ്റം ആണ്. അത് സിഗ്നലിംഗ് സിസ്റ്റം 7 സർവീസ് ആണ് യൂസ് ചെയ്തിരുന്നത്. അത് ടെലിഫോണിലെ സിഗ്നൽസിന് വേണ്ടിയിട്ട് കണക്ട് ചെയ്യാൻ, ടെലിഫോൺ ലൈനിൽ കണക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് SS7 സിഗ്നൽ നെറ്റ്വർക്ക്. അപ്പോൾ ഫസ്റ്റ് ജനറേഷനിൽ നമ്മൾ ഡയഗ്രാം വരയ്ക്കുമ്പോൾ എന്തായാലും 2 MSC കാണിക്കണം. ഒന്ന് ഹോം MSC, ഒന്ന് വിസിറ്റേഴ്സ് MSC. എന്ന് വെച്ചാൽ എപ്പോൾ വേണമെങ്കിലും ആൾക്കാർക്ക് ലൊക്കേഷൻ മാറാം. അവിടെ രജിസ്റ്റേർഡ് യൂസിൽ ആയിരിക്കത്തില്ല പോകുന്നത്. അപ്പൊ എന്ത് വേണം? വിസിറ്റർ MSC വേണം. അത് കോമൺലി കണക്റ്റഡ് ടു പബ്ലിക് സ്വിച്ചിങ് ടെലിഫോൺ നെറ്റ്വർക്ക്. ഇത് തമ്മിൽ ഒരു സിഗ്നലിംഗിന് വേണ്ടിയിട്ടാണ് സിഗ്നലിംഗ് സിസ്റ്റം യൂസ് ചെയ്യുന്നത്. അവിടെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് SS7 എന്ന് പറയുന്ന സിഗ്നലിംഗ് സർവീസ്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ജനറേഷൻ അനലോഗ് സെല്ലുലാർ ടെലിഫോണിന്റെ ബ്ലോക്ക് ഡയഗ്രാം. അപ്പം കോമൺലി MSC, PSTN, the public switching telephone network, MSCN and base station to the mobile. അതാണ് ജനറലി വരുന്നത്. ഇനി ഞങ്ങള് ഈ ഏരിയ കഴിഞ്ഞ അടുത്ത ഏരിയ പോവാൻ എന്ത് വേണം? വേറൊരു MSC വേണം. അത് വിസിറ്റേഴ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇത് ബ്ലോക്ക് ഡയഗ്രത്തിന്റെ എക്സ്പ്ലനേഷൻ ആണ്. അപ്പൊ ഇത് first, the system control use market resides MSC with maintains all mobile related information, control each mobile handoff. Handoff എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമല്ലോ, പോലീസ് സ്റ്റേഷനിൽ അടുത്ത ബേസ് സ്റ്റേഷനിലേക്ക് കോൾ കട്ടാവാതെ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും, മെയിൻറ്റെയിൻ ചെയ്യുന്നതിനാണ് ഹാൻഡ് ഓഫ് എന്ന് പറയുന്നത്. അപ്പം നേരത്തെയൊക്കെ 1G-യിലാണെങ്കിൽ അങ്ങനെ വരുമ്പം നമുക്ക് കറക്റ്റ് ആയിട്ട് സിഗ്നൽ കിട്ടാറില്ല, അത് കട്ടായി പോകാറുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ജനറേഷൻ സെക്കൻഡ് ജനറേഷനിലേക്ക് മാറിയത്. അതിന്റെ ഡിഫിക്കൽട്ടി മാത്രമേയാണ് 3G-യിലേക്ക് പോയത്. അപ്പം MSC can also perform the functions of network management, call handling, processing, billing, fraud detection within the market.
MSc-യുടെ ജോലീസ് ഇതൊക്കെയായിരുന്നു. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ MSc ഇന്റർകണക്റ്റഡ് വിത്ത് PhD പബ്ലിക് സ്വിച്ചിങ് ടെലിഫോൺ നെറ്റ്വർക്ക് ആണ്. അത് ഫുള്ളി കണക്ഷൻസ് പോസിബിൾ ആവുന്ന അതുവഴിയാണ്. ഇനി ഇവിടെ യൂസ് ചെയ്തിരുന്നത് TDM ഫോമാറ്റ് ആണ്. ടൈം ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ് ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. സ്ലോട്ടിനനുസരിച്ചിട്ടാണ് സെപ്പറേറ്റ് സിംഗിൾ ബാൻഡിൽ ഡിഫറെന്റ് സോഴ്സ് ആണ് ടൈം ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ് ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. അപ്പൊ ഇത്രയാണ് ഫസ്റ്റ് ജനറേഷൻ അനലോഗ് ടെലിഫോൺ. അതില് എന്തൊക്കെയായിരുന്നു ഡ്രോബാക്സ് നോക്കി, ലിമിറ്റേഷൻ, സപ്പോർട്ട് സ്പീച്ചിന് മാത്രമേ പറ്റുള്ളൂ, ലോ ട്രാഫിക്, കൂടുതൽ ആൾക്കാർ വരാൻ പറ്റില്ലായിരുന്നു, ലോ ട്രാഫിക് കപ്പാസിറ്റി ആയിരുന്നു, അൺറിലയബിൾ ഹാൻഡ് ഓവർ ഓരോന്ന് കണക്ഷൻ മാറുമ്പോഴത്തേക്ക് അവൈലബിലിറ്റി കുറവായിരുന്നു, ലോങ് കോൾ സെറ്റപ്പ് ടൈം, കോൾ എടുക്കാൻ വേണ്ടി കൂടുതൽ സമയം കോൾ സെറ്റപ്പ് ടൈം വരും. അത് നേരത്തെ പണ്ടത്തെ അറിയാം, നമ്മുടെ ലാൻഡ് ലൈനിൽ നിന്ന് ബോംബെയിലെയോ ഗൾഫ് കൺട്രീസിലോ ഒക്കെ വിളിക്കുമ്പോൾ കുറേ സമയം എടുത്തിട്ടായിരുന്നു കോൾ സ്റ്റെപ്പ് ആവുന്നത്. പിന്നെ ബാൻഡ് വിഡ്ത്ത് ഇൻഎഫിഷ്യന്റ് ആണ്, എപ്പോഴും കോൾ ഡ്രോപ്പ് ഉണ്ടാകാം, ബാറ്ററി ലൈഫ് കുറവായിരുന്നു, എന്ന് വെച്ചാൽ വലിയ ബാറ്ററി ഒക്കെ ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്, സൈസ് ഓഫ് ദ ഹാൻഡ്സെറ്റ് ഈസ് ഹൈ, വോയിസ് കോൾസ് എപ്പോഴും കറക്റ്റ് ആയിട്ട് കോൾ കിട്ടുന്നത്. നെക്സ്റ്റ് ഇസ് സെക്കൻഡ് ജനറേഷൻ. And this first generation telephone systems limited for customer base, such as business customers in a limited number of affluent residential customers use ചെയ്യാൻ പറ്റുള്ളായിരുന്നു. അപ്പൊ അതിനെ നമുക്ക് എന്തൊക്കെ കൂട്ടണം, വോയിസിനെ മാറ്റി ഡേറ്റാസ് കൊടുക്കണം, ആൻഡ് ദെൻ ബാറ്ററി ഇംപ്രൂവ് ചെയ്യണം, സൈസ് റെഡ്യൂസ് ചെയ്യണം, ആൻഡ് ദെൻ സിഗ്നൽ സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യണം. അതാണ് സെക്കൻഡ് ജനറേഷനിൽ വരുന്നത്. സെക്കൻഡ് ജനറേഷൻ വരുമ്പോൾ ബാറ്ററി പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്തു. പിന്നെ ക്വാളിറ്റി കുറച്ചുകൂടെ പോസിബിൾ ആക്കാൻ വേണ്ടി എന്ത് യൂസ് ചെയ്തു, ഡിജിറ്റൽ ടെക്നോളജീസ് യൂസ് ചെയ്തു. 1G ഫുള്ളി അൺലോക്ക് ടെക്നോളജീസ് ആയിരുന്നു. അപ്പം യുണൈറ്റഡ് സ്റ്റേറ്റ്സില് ഫസ്റ്റ് ജനറേഷൻ സെല്ലുലാർ സിസ്റ്റം യൂസ് ചെയ്തിരുന്ന AMPS ആയിരുന്നു, നാരോ ബാൻഡ് ആയിരുന്നു. അപ്പൊ അത് സെക്കൻഡ് ജനറേഷൻ ആയപ്പോഴത്തേക്ക് അത് ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ GSM-ലേക്ക് മാറി. GSM-ല് യൂസ് ചെയ്തിരുന്നത് TDMA, CDMA ആണ്. TDMA is ടൈം ഡിവിഷൻ മൾട്ടിപ്ലക്സസും, കോഡ് ഡിവിഷൻ ദാറ്റ് ഈസ് ഫുള്ളി ഡിജിറ്റൈസ്ഡ് ആകുകയാണ് കോഡ് ഡിവിഷൻ മൾട്ടിപ്ലക്സർ യൂസ് ചെയ്തിട്ട്. ദെൻ അവിടെ പേഴ്സണൽ ആക്സസ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് അവിടുത്തെ യൂസ് ചെയ്തിരുന്നതാണ് പേഴ്സണൽ ആക്സസ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ്. പിന്നെ ഡെക്റ്റ് നമ്മള് ക്വസ്റ്റ്യൻസിൽ കഴിഞ്ഞ 6th മൊഡ്യൂളിൽ ഡെക്റ്റിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നു. നമ്മൾ എന്താണെന്നുള്ള ടെലിഫോണി പഠിക്കും. ഡെക്റ്റ് 2G ടെക്നോളജിയിൽ സപ്പോർട്ട് ചെയ്യുന്നത് ഡേറ്റ, സ്പീച്ച്, ഫാക്സ്, SMS ആൻഡ് വാപ്പ് സർവീസസ്. ഇത്രയും 2G ടെക്നോളജിയിൽ പോസിബിൾ. നേരത്തെ നമുക്ക് വോയിസ് മാത്രമേ പറ്റുള്ളായിരുന്നു. 2G ഡിജിറ്റൈസ്ഡ് ആക്കിയപ്പോഴത്തേക്ക് ഡേറ്റ, സ്പീച്ച്, ഫാക്സ്, SMS ഒക്കെ ചെയ്യാൻ പറ്റുന്നു. ഇതിന്റെ ഡയഗ്രാം സെയിം തന്നെയാണ്, GSM സ്ട്രക്ചർ വരുന്നതാണ്. GSM സ്ട്രക്ചറിൽ കാണിക്കുന്ന എന്താണ്, GSM എക്സാമ്പിൾ നമ്മൾ നേരത്തെ കണ്ടില്ലേ, ഇത് തന്നെയാണ് GSM സ്ട്രക്ചർ. ഈ സെയിം കണക്ഷൻസ് തന്നെയാണ് വരുന്നത്. പക്ഷേ മോഡുലേഷൻ സ്കീംസ് ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഒരു സെക്കൻഡ് ജനറേഷൻ സിസ്റ്റത്തിൽ അനലോഗിന് പകരം ഡിജിറ്റൽ സിസ്റ്റംസ് ആണ് യൂസ് ചെയ്യുന്നത്. അവിടെ വരുന്നത് PSTN ഡയറക്ട്ലി കണക്റ്റഡ് ടു ഹോം MSc ആൻഡ് വിസിറ്റർ MSc, PSTN ഹോം MSc, വിസിറ്റർ MSc ആൻഡ് ബേസ് സ്റ്റേഷൻ എല്ലാം. ഇവിടെ മോഡുലേഷൻ സ്കീംസ് ഡിഫറെന്റ് ആയി ഡിജിറ്റൈസ്ഡ് ആയി, സോ ദ ഡേറ്റ സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഏതിന്, സെക്കൻഡ് ജനറേഷൻ സിസ്റ്റംസിന്. അവിടെ ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ കമ്മ്യൂണിക്കേഷൻസ് ആണ് അവിടെ GSM-ൽ യൂസ് ചെയ്യുന്നത്. അവിടെ എന്താ, ബേസ് സ്റ്റേഷൻ കൺട്രോളർ വരുന്നുണ്ട്, വിച്ച് അലോസ് ഡേറ്റ ഇന്റർഫേസ് ബിറ്റ്വീൻ ബേസ് സ്റ്റേഷൻ കൺട്രോളർ ആൻഡ് MSc ടു സ്റ്റാൻഡർഡൈസ് ചെയ്തു. അവിടെ എല്ലാം ഡിജിറ്റൈസ്ഡ് ആണ്, ഡിജിറ്റൽ മോഡുലേഷൻ സ്കീംസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി പ്രൊവൈഡ് ഡെഡിക്കേറ്റഡ് വോയിസ് ആൻഡ് സിഗ്നലിംഗ് സ്ട്രെങ്സ് ബിറ്റ്വീൻ. ഇത് വോയിസിനും നേരത്തെ ഫസ്റ്റ് ജനറേഷൻ നമുക്ക് വോയിസ് മാത്രമേ പറ്റുള്ളായിരുന്നു. ഇത് വോയിസ് സിഗ്നൽസിനും എല്ലാം MScയും PSTN എന്താ ഡിജിറ്റലൈസ്ഡ് സിഗ്നൽസ് ആക്കി. ആൻഡ് ദെൻ
Handoff process is more mobile controlled and is known as mobile assisted handoff. This is handoff properties ഒരു ഏരിയ നിന്ന് അടുത്ത ഏരിയയിലേക്ക് പോകും. ബേസ് സ്റ്റേഷൻ മാർക്കുള്ള ഹാൻഡോഫ് പ്രോബ്ലംസ് കുറച്ച് എന്ത് ചെയ്യാൻ പറ്റി, 2G വന്നപ്പോഴത്തേക്ക് കുറച്ചൊക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റി. കംപ്ലീറ്റ്ലി അല്ല, കൂടുതൽ പറ്റിയില്ല, കുറച്ചൊക്കെ റെഡ്യൂസ് ചെയ്യാൻ പറ്റി. ദെൻ പവർ, അതായത് ബാറ്ററിയുടെ സൈസ് കൂടുതൽ ഹൈ, എത്ര പവർ ആണ്, കൂടുതൽ ഉള്ള വലിയ സൈസ് ബാറ്ററി അല്ലാതെ യൂസ് ചെയ്യാൻ പറ്റി ഇതിന് 2G വയർലെസ് ടെലിഫോൺ നെറ്റ്വർക്സിന്. നെക്സ്റ്റ് ഇസ് ഡെക്റ്റ് ആണ് മെയിൻ എക്സാമ്പിൾ ഇൻ യൂസിൽ. ഏതാ സെക്കൻഡ് ജനറേഷൻ കോഡ്ലെസ് സ്റ്റാൻഡേർഡ് പറയുന്നത്. ആൻഡ് ദെൻ പിന്നെ ഇവിടുത്തെ ഡേറ്റ റേറ്റ് എന്ന് പറയുന്നത് ഡേറ്റ റേറ്റ് ഈ lower data rate ആണ്, that is 9.6 kbps to 28.8 kbps ആണ്. അപ്പൊ അതിനെ നല്ലതുപോലെ ഇംപ്രൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് ഹാൻഡ് ഓഫ് ഒക്കെ മാറ്റി കിട്ടുള്ളൂ, സ്പീഡ് കൂട്ടി കിട്ടും. ഇവിടെ യൂസ് ചെയ്തിരുന്ന സെക്കൻഡ് ജനറേഷനിൽ യൂസ് ചെയ്തിരുന്നത് സർക്യൂട്ട് സ്വിച്ച് നെറ്റ്വർക്ക് ആണ്. അപ്പോൾ സർക്യൂട്ട് സ്വിച്ച് നെറ്റ്വർക്ക് ആകുമ്പോൾ സർക്യൂട്ട് കണക്ഷൻസ് ആണ് വരുന്നത്. ഒരു കോള് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ തന്നെ അയാളുടെ അവിടെ നിന്ന് സർക്യൂട്ട് സ്വിച്ചിങ് വഴിയുള്ള കണക്ഷൻസ് ആണ് പോസിബിൾ ആക്കുന്നത്. അപ്പൊ ആ സർക്യൂട്ട് സ്വിച്ചിങ് കണക്ഷൻ വരുന്നതുകൊണ്ട് എന്ത് പറ്റും, ഡിലേ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് കംപ്ലീറ്റ് ബാൻഡ് വിഡ്ത്ത് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല റിസോഴ്സസ്. അത് സെക്കൻഡ് ജനറേഷനിലെ ഡ്രോബാക്ക് ആണ്. അപ്പം ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ. ഇനി അടുത്ത 2.5 ജനറേഷനിലേക്ക് പോയി. 2ൽ നിന്ന് 2.5 അത് ഇന്റരിമാണ്. 2ൽ നിന്ന് 3ലേക്ക് പോകുന്നതിന് മുമ്പ് അതായത് പാക്കറ്റ് സ്വിച്ചിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തതാണ്. അപ്പൊ അവിടെ GPRS ആണ്. GPRS എന്ന് പറഞ്ഞാൽ ജനറൽ പാക്കറ്റ് റേഡിയോ സർവീസ്. അപ്പൊ പ്രോട്ടോകോൾ മാറി പാക്കറ്റ് സ്വിച്ചിങ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. നേരത്തെ സർക്യൂട്ട് സ്വിച്ചിങ് ആയിരുന്നു, അതിൽ നേരെ മാറി പാക്കറ്റ് സ്വിച്ചിങ് ആയത് ഏതിലാണ്, 2.5 ജനറേഷനിലാണ്. അപ്പം ഇത് 2Gക്കും 3Gക്കും ഇടയിൽ വരുന്ന ടെക്നോളജിയാണ് GPRS പറയുന്നത്. അപ്പൊ GPRSലാണ് എന്ത് വന്നത്, എഡ്ജ് എന്ന് പറഞ്ഞാല് എൻഹാൻസ്ഡ് ഡേറ്റ GSM എൻവയൺമെന്റ്. അപ്പം ഡേറ്റ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എഡ്ജ് യൂസ് നമുക്ക്. അപ്പം അപ്പോഴും യൂസ് ചെയ്ത മൊബൈലിനെല്ലാം കാണിച്ചുകൊണ്ടിരുന്നത് എഡ്ജ് എന്നാണ്, എന്നായിരിക്കും കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അത് പാക്കറ്റ് സ്വിച്ചിങ്, ഡേറ്റ ട്രാൻസ്മിഷൻ ആണ് കാണിച്ചത്. ഇൻ ദിസ് അവിടെ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോള് HTTP ആണ്. അത് വയർലെസ് ആക്സസ് പ്രോട്ടോകോൾ ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. ആ മൊബൈൽ കുറച്ച് സമയം 2G ഉണ്ടായിരുന്നുള്ളൂ. 2G എന്നുള്ളത് ഈ 2ൽ നിന്ന് 3ലേക്കുള്ള ട്രാൻസാക്ഷന് വേണ്ടി മാത്രം യൂസ് ചെയ്തതാണ്. അപ്പൊ യൂസ് ചെയ്തത് കോഡ് ആക്സസ് നെറ്റ്വർക്ക് ആയിരുന്നു. അപ്പൊ ആ GSM തന്നെയാണ് അവിടെ GPRSൽ, അതായത് പാക്കറ്റ് സ്വിച്ചിങ് സ്റ്റേജിലോട്ട് മാറി അത് 2Gയിലാണ് നടന്നത്. അപ്പൊ അതാണ് 2G. നെക്സ്റ്റ് തേർഡ് ജനറേഷൻ. തേർഡ് ജനറേഷൻ വരുമ്പോൾ ഫുള്ളി ഡിജിറ്റൈസ്ഡ് ആവുകയാണ്. നമ്മൾ ഇതുവരെ PSTN ആയിരുന്നു പറഞ്ഞിരുന്നത്. PSTN പബ്ലിക് സ്വിച്ച് ടെലിഫോൺ നെറ്റ്വർക്ക്. അതിൽ നിന്ന് എങ്ങോട്ട് മാറി, ISDN മാറി, ദാറ്റ് ഇസ് ഇന്റഗ്രേറ്റഡ് സർവീസ് ഡിജിറ്റൽ നെറ്റ്വർക്കിലേക്ക് മാറി 3G ആയപ്പോൾ. 2G വരെ ഏതായിരുന്നു, PSTN ആൻഡ് ദെൻ ഇറ്റ് ഈസ് ഫുള്ളി ഡിജിറ്റൈസ്ഡ്. ഫുള്ളി ഡിജിറ്റൈസ്ഡ് ആകുമ്പോഴത്തെ ഇന്റഗ്രേറ്റഡ് സർവീസ് പ്രോട്ടോകോളിലേക്ക് മാറി. 3G നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡേറ്റ പറ്റും, വീഡിയോ പറ്റും, വോയിസ് പറ്റും, ഇതിനെല്ലാം യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. They operate densely populated and sparsely populated areas. It is high speed packet radio communication ആയതുകൊണ്ട് here personal communication system UMTS universal mobile telecom systems are the main examples. ഇവിടെ യൂസ് ചെയ്തിരുന്നത് വൈഡ് ബാൻഡ് CDMA ആയിരുന്നു. കോഡ് ഡിവിഷൻ മൾട്ടിപ്ലക്സിൽ തന്നെ ബാൻഡ് കൂടി വൈഡ് ബാൻഡിലാണ് എന്ത് യൂസ് ചെയ്യുന്നത്, 3G യൂസ് ചെയ്യുന്നത്. ഇനി ഈ അവിടുത്തെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1710 to 2170 MHz ആണ്. പിന്നെ മൾട്ടിമീഡിയ ഫെസിലിറ്റീസ് ഇൻക്ലൂഡ് ചെയ്തു. ആൻഡ് ദെൻ ഇതിന്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്
always on connectivity. 3G works in internet protocol ആയതുകൊണ്ട് പാക്കറ്റ് ബേസ്ഡ് ആയതുകൊണ്ട് നമുക്ക് മൾട്ടിമീഡിയ സർവീസസ് ഓഡിയോ വീഡിയോ പറ്റി ആൻഡ് ദെൻ എല്ലാ ഇമെയിൽസിനും ഫുൾ ഫ്ലഡ്ജ് അറ്റാച്ച്മെന്റും ഫയൽസ് ഒക്കെ കൊടുക്കാൻ പറ്റി, വീഡിയോ ഓഡിയോ ഇൻസ്റ്റന്റ് മെസ്സേജിങ് നടത്താൻ പറ്റി, ഫാക്സ്, ദെൻ കൂടുതൽ ആപ്ലിക്കേഷൻസ് ദാറ്റ് ഇസ് മൊബൈൽ TV, വീഡിയോ ഓൺ ഡിമാൻഡ്, വീഡിയോ കോൺഫറൻസിങ്, ടെലിമെഡിസിൻ, ലൊക്കേഷൻ ബേസ്ഡ് സർവീസ്, ഇതിനെല്ലാം ഏത് സമയത്ത് പറ്റി? 3Gയുടെ സമയത്ത് പറ്റി. അപ്പോൾ 3G വെച്ചിട്ട് കൂടുതൽ ഇപ്പം പാക്കറ്റ് സ്വിച്ചിങ്, പാക്കറ്റ് ഡേറ്റാസ്, ഇന്റർനെറ്റ് പ്രോട്ടോകോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയതോടുകൂടി സ്പീഡും നമുക്ക് കൂടുതലായിട്ട് കിട്ടാൻ പറ്റും. അതാണ് തേർഡ് ജനറേഷൻ. ഇതാണ് ഡിഫറെന്റ് സാമ്പിൾസ് ഓഫ് മൊബൈൽ ഫോൺസ്. 1Gയിലായിരുന്നപ്പോൾ നമുക്ക് വലിയ സൈസ് അതിന്റെ ബാറ്ററി സൈസ് തന്നെ കൂടുതലായിരുന്നു, ആന്റിനയാണ് മേളിലോട്ട് നിൽക്കുന്നത്. ആൻഡ് ദെൻ 2G ആയപ്പോൾ കുറച്ചുകൂടെ സൈസ് കുറഞ്ഞു, ദെൻ 3G ആയപ്പോൾ ഇങ്ങനെ. ഇതാണ് ഡിഫറെന്റ് മൊബൈൽ 3 ജനറേഷൻസിൽ വരുന്നത്. നെക്സ്റ്റ് ഇസ് ഫോർത്ത് ജനറേഷൻ. ഫോർത്ത് ജനറേഷനിൽ നമുക്ക് എന്ത് വേണം? കൂടുതൽ സ്പീഡ് വേണം. അതാണ് മെയിൻ ഡേറ്റ. അതുപോലെ വീഡിയോ കോൾ ചെയ്യുമ്പോഴും വീഡിയോ കോൺഫറൻസിങ് നടത്തുമ്പോഴും എല്ലാം നല്ല ക്വാളിറ്റി വേണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ടെക്നോളജി കുറച്ചും കൂടെ ഇംപ്രൂവ് ചെയ്യണം, ബാൻഡ് വിഡ്ത്ത് കൂടുതൽ ഇൻക്രീസ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് 4G യൂസ് ചെയ്യുന്നത്. അപ്പം അതിന് ഇവിടെയും യൂസ് ചെയ്യുന്നത് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ തന്നെയാണ്. ഇവിടുത്തെ സ്പീഡ് എന്ന് പറയുന്നത് 20 Mbps ഹയർ ദാൻ ദാറ്റ് ഓഫ് 3G. 3Gയെക്കാളും കൂടുതലാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഫസ്റ്റ് 2 commercial technologies built as 4G where WiMAX standard and LTE എന്ന് പറഞ്ഞാൽ ലോങ് ടേം എവല്യൂഷൻ എന്നാണ് മീൻ ചെയ്യുന്നത്. അത് അഡ്വാൻസ്ഡ് ന്യൂ വേർഷൻ ഓഫ് ലോങ് ടേം എവല്യൂഷനായി മാറി ഇതിന്റെ 4Gയുടെ സമയത്ത്. 4G ഇപ്പോഴും എല്ലായിടത്തും ഇംപ്ലിമെന്റഡ് ആയിട്ടില്ല. അവര് കണക്കൂട്ടിയിരുന്നത് 2015 ആകുമ്പോൾ എല്ലായിടത്തും കംപ്ലീറ്റ്ലി 4G ചെയ്യാൻ പറ്റും എന്നാണ്. പക്ഷേ കംപ്ലീറ്റ്ലി വന്നിട്ടില്ല. 4G ആയിട്ട് ഡിഫറെന്റ് എന്ന് പറഞ്ഞാല് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പാക്കറ്റ് സ്വിച്ചിങ് ആണ്. സോ നെറ്റ്വർക്ക്സ് കൂടുതൽ ഇത് യൂസ് ചെയ്യാൻ പറ്റി, ലാൻ ഒക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് സ്പീഡ് കൂടാൻ പറ്റി. അതാണ് 4G ടെക്നോളജിയിൽ പറ്റുന്നത്. പിന്നെ റോമിംഗ് ഒക്കെ കറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഗിഗാബിറ്റ്സ് പെർ സെക്കൻഡില് സ്പീഡ് കിട്ടുന്നുണ്ട്. പിന്നെ റിയൽ വേൾഡിൽ ഇന്റർനെറ്റ് വർക്കിംഗ് വെബ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇവിടെ യൂസ് ചെയ്യുന്നത് OFDM ആണ്. OFDM എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലാക്സസ്. അത് നമ്മൾ പഠിക്കുന്നുണ്ട് എന്താണ് OFDM എന്നുള്ളത്. അതേപോലെ മൾട്ടിപ്പിൾ ഇൻപുട്ട് മൾട്ടിപ്പിൾ ഔട്ട്പുട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇത് രണ്ടും 6th മൊഡ്യൂളിൽ പറയുന്നതാണ്. അതുകൊണ്ട് അപ്പോഴും നമുക്ക് ചെയ്യും. ഇപ്പൊ നമ്മൾ കമ്പാരിസൺ മാത്രമാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഡേറ്റ റേറ്റ് എന്ന് പറയുന്നത് 100 Mbps ആയി. പിന്നെ 4G ടെക്നോളജി എന്ന് പറയുന്നത് ഈ പാരലൽ സ്വിച്ചിനെ നമുക്ക് മാറ്റിയിട്ട് പാക്കറ്റ് ബേസ്ഡ് സ്വിച്ച് ആക്കാൻ പറ്റി. അപ്പൊ അതാണ് മെയിൻലി അഡ്വാൻറ്റേജ് ചെയ്തതിന് 4G. ഇനി കമ്പാരിസൺ ആണ്. കമ്പാരിസൺ പറയുമ്പോൾ ഫസ്റ്റ് അതിന്റെ ഡിസൈൻ 1Gയില് 70-ലായിരുന്നു, 2G 80-ല്, 85, 90, 2000-ലാണ് 4G. ഇനി ഇംപ്ലിമെന്റേഷൻ ഡിസൈൻ ചെയ്ത് തുടങ്ങിയതാണ് 70-ല്, ഇംപ്ലിമെന്റ് ചെയ്തത് 1984-ലാണ്. 2G ആണെങ്കിൽ 1991-ലാണ്, 2.5G 1999-ലാണ്, 3G 2002-ലാണ്, 4G 1215-ലാണ് വരുന്നത്. അപ്പം ആദ്യത്തെ സർവീസ് 1G എന്ന് പറഞ്ഞാൽ അനലോഗ് വോയിസ് ആണ്. സെക്കൻഡ് 2G ആയപ്പോൾ ഡിജിറ്റൽ വോയിസ് ആയി. ഇവിടെ ഹൈ പാക്കറ്റ് ആയി, MMS ആയി, ദെൻ ഹൈ കപ്പാസിറ്റി ബ്രോഡ്ബാൻഡ് ഡേറ്റ ആയി, ദെൻ അവിടെ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ മൾട്ടിമീഡിയ യൂസ് ചെയ്യും. ഫസ്റ്റ് ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലാക്സസ് ആയിരുന്നു 1Gയില്. ദെൻ 2G ആയപ്പോൾ ടൈം ഡിവിഷൻ മൾട്ടിപ്ലാക്സസും കോഡ് ഡിവിഷൻ മൾട്ടിപ്ലാക്സസും ചെയ്യാൻ പറ്റി, അത് യൂസ് ചെയ്തു. ആൻഡ് ദെൻ 2.5 ആയപ്പോൾ നമ്മളവിടെ കോഡ് ഡിവിഷനും TDMA തന്നെ. 3G ആയപ്പോൾ വൈഡ് ബാൻഡ് CDMA ആണ് യൂസ് ചെയ്തത്. 4G ആയപ്പോൾ ഓർത്തോഗണൽ ഫ്രീക്വൻസി ഡിവിഷൻ. ദെൻ ഓരോ സ്റ്റാൻഡേർഡ്സ് ആ സമയത്ത് യൂസ് ചെയ്തതാണ് പറഞ്ഞ MPS, ഇവിടെ GSM, then GPRS, WCDMA, then single standard. ബാൻഡ് വിഡ്ത്ത് ഓരോ സമയത്തുള്ളതാണ്. ഇപ്പൊ 4Gയിൽ എത്തി നിൽക്കുമ്പോൾ ദാറ്റ് ഇസ് 200 Mbps ആണ്. ദെൻ കോർ നെറ്റ്വർക്ക്
PSTN ഇവിടെ 2.5G ആയപ്പം എന്തായി PSTN നിന്ന് കൺവേർഷൻ ആണ് പാക്കറ്റ് നെറ്റ്വർക്കിലേക്ക്. അതാണ് 2.5G അത് രണ്ടും കാണിച്ചിരിക്കുന്നത്. ആൻഡ് ദെൻ 3G ആയപ്പം പാക്കറ്റ് നെറ്റ്വർക്കായി, 4G ആയപ്പോൾ ഫുള്ളി നെറ്റായി, നെറ്റിലാണ് കണക്ഷൻ വന്നേക്കുന്നത്. ഇത്രയാണ് കമ്പാരിസൺ